ഹായ് ഹലോ. നമ്മളിവിടെ അർത്തുങ്കൽ കടപ്പുറത്ത് നിന്ന് വാങ്ങിച്ച ഉണക്ക സ്രാവ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ സ്രാവിന് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിടണം. കാര്യം ഇതിൻ്റെ ഉപ്പ് നന്നായിട്ട് പുരട്ടിയായിരിക്കുമല്ലോ ഇത് ഉണക്കുന്നത്. അതുകൊണ്ട് ആ ഉപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നന്നായി കഴുകിയെടുത്ത സ്രാവിൻ്റെ പീസസ് കൂടി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുക. അതേപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് ഏകദേശം ഓക്കെ ആയി വരുന്ന പരുവത്തിന് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം കേട്ടോ. നമ്മൾ നോർമലി ഈ ഒരു രീതിയിലാണ് ചേർക്കുന്നത് കേട്ടോ. ഇപ്പം മുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതേപോലെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഉണക്കമീനൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നല്ല സേഫായിട്ട് സൂക്ഷിക്കാനായിട്ട് നോക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കേടായി പോകാതിരിക്കാനായിട്ടൊക്കെ അതുപോലെ തന്നെ കീടബാധ തടയാനായിട്ടും നല്ല ഉണങ്ങിയതുമായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞങ്ങളത് ഫ്രിഡ്ജിലാണ് സാധാരണ സൂക്ഷിക്കുന്നത്. ഉപ്പ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ BP ഉള്ളവർ അമിതമായിട്ടുള്ളവർ ഉപ്പ് കുറച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.